യേശുകർത്താവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം മോസ് എന്ന് പറയുന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനെ പാർക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിൻ്റെ വിവശതയിൽ ആയിത്തീർന്നു. കർത്തൃ ദിവസം എന്ന് പറയുന്നത് ഒരു സൺഡേ സൂചിപ്പിക്കുന്ന ഒരു ഞായറാഴ്ച. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിവശതയിലേക്ക് യോഹന്നാൻ വേർതിരിക്കപ്പെടുകയാണ്. ആത്മാവിൻ്റെ വിവശതയിലൂടെ കടന്നുപോയ ഭക്തന്മാരെക്കുറിച്ച് തിരുവഴുത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. താൻ തനിച്ച് പാർക്കുമ്പോൾ മറ്റാരും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഭീതി ഉളവാക്കുന്ന, ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൻ്റെ നടുവിൽ യോഹന്നാൻ ആത്മാവിൻ്റെ വിവശതയിലേക്ക് വേർതിരിക്കപ്പെടുവാനുള്ള കാരണം താൻ ഏകനാണെങ്കിലും ഏകനായി നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം തന്നോട് കൂടെയുണ്ടെന്നുള്ള ആഴമായ ഉറപ്പ്, നിശ്ചയം. ആ ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി. അങ്ങനെ ഇരുന്ന യോഹന്നാൻ്റെ മേൽ ദയാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. വെറുതെ ഇരുന്നാൽ ഇത് നടക്കുകയില്ല. എന്നാൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇരുന്ന യോഹന്നാൻ്റെ മേൽ ആത്മാവിൻ്റെ വലിയൊരു വിവശത ദൈവമയക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവെഴുത്ത് ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, തനിച്ച് പാർക്കുമ്പോഴും ആത്മമണവാളനായ കർത്താവിനെ ആഴമായി ആരാധിക്കുന്നുവെങ്കിൽ ആത്മാവിൻ്റെ നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൊണ്ടുപോകാൻ ദൈവത്തിന് സാധ്യമത്രേ. ഒരു കർത്തൃ ദിവസം ആത്മാവിൻ്റെ വിവശതയിലേക്ക് യോഹന്നാൻ വേർതിരിക്കപ്പെട്ടതുപോലെ ആത്മാവിൻ്റെ ആഴമായ നിറവ്, സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഭയെ പണിതെടുക്കുന്ന ആത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞുകൊണ്ട് ജീവിപ്പം നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പകൽക്കാലം ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കട്ടെ പകൽക്കാലമായി തീരട്ടെ. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ മുൻപോട്ട് മുന്നേറുവാൻ കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.